ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. ഇന്നും ഞാൻ ഒരു റീയൂസ് വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. ഒരു പഴയ ഷർട്ടിൽ നിന്നും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, സാധാരണ സ്റ്റിച്ചിങ് അറിയാവുന്ന ആൾക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണിത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഷർട്ട് ഇതേ നിവർത്തിയിട്ടിട്ടുണ്ട്. നമുക്കിനി ഈ രണ്ട് സ്ലീവും കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് രണ്ട് നമ്മളിതേ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്താ ഈ കോളർ കൂടി ഇതുവഴി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ കോളറ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മളിവിടെ കോളർ കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒന്ന് വേണമെങ്കിൽ ബട്ടൺ അഴിക്കാമേ. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഈ കഴുത്തൊന്ന് ഷേപ്പ് ചെയ്ത് വെട്ടാം. ബാക്കിലത്തെ കഴുത്തൊക്കെ കുറച്ചുകൂടി ഒന്ന് ഇറക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ഷേപ്പ് ചെയ്ത് ബാക്കും ഫ്രണ്ടും ഒന്നുകൂടി ഷേപ്പാക്കി വെട്ടാം. ഞാനിവിടെ നെക്ക് ഇങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ച് താഴ്ത്തിയാണ്. 1 ഇഞ്ച് താഴ്ത്തി ഇവിടം വരെ ഇങ്ങനെ ഫ്രണ്ട് നെക്ക് വരുമ്പോൾ 1 ഇഞ്ച് വന്നിട്ടില്ല. എനിക്ക് ഫ്രണ്ടിൽ അത്രയും ഇറക്കം കുറയ്ക്കേണ്ട, അതുകൊണ്ടാണ്. ഫ്രണ്ടിൽ പൊതുവെ ഇത്തിരി ഇറക്കമുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഒരു 3/4 ഇഞ്ചിൽ എത്തത്തക്ക രീതിയിൽ ഇങ്ങനെ കർവായിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്കിങ്ങിൽ കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് നെക്ക് കുറച്ചുകൂടി ഇറങ്ങണം എന്നുള്ളവർക്ക് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് ഇവിടെ വെച്ച് നമുക്കൊന്ന് മടക്കിയെടുക്കാം കൃത്യം പകുതിയായിട്ട് ഇങ്ങനെ. അതിനുശേഷം നമുക്കിത് ഈ ഷോൾഡർ ഭാഗത്ത് നിന്നും ഇവിടെ നിന്നും താഴേക്ക് 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഞാനിവിടെ 7 ഇഞ്ച് താഴ്ത്തിയാണ് കൈക്കുഴി എടുത്തിരിക്കുന്നത്. അപ്പോൾ കൈക്കുഴി പലരുടെയും അളവുകൾ വ്യത്യാസമായിരിക്കും. 7 ഇഞ്ച് എടുക്കുന്നവരുണ്ടാവും, 7.5 എടുക്കുന്നവരുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്തോളുക. എന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ കർവായിട്ടൊന്ന് കൈക്കുഴി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഈ കൈക്കുഴി കട്ട് ചെയ്യുന്നിടത്താണ് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് എടുക്കാറുള്ളത്. അപ്പോൾ ഞാനിവിടെ 8.5 തന്നെയാണ് ചെസ്റ്റിൻ്റെ, ഇവിടെ 8.5 വരുന്നത്. അപ്പോൾ ഈ 8.5 തന്നെ ഞാൻ ഫുള്ളായിട്ട് എടുക്കുകയാണ്, ഇത്തിരി ലൂസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മാർക്ക് ചെയ്ത പോർഷനിൽ നിന്നും ഒരു കർവായിട്ട് ഇങ്ങനെ താഴത്തേക്ക് കട്ട് ചെയ്ത് പോകുന്നു. ഇത്രയും കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഞാൻ കൈ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കും ഒരു ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഷർട്ട് ഇതുപോലെ വിടർത്തിയിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഇതിൻ്റെ താഴെ നിന്നും ഒരു 6 ഇഞ്ച് മുകളിലേക്ക് ഉയർത്തി, ഇത് ഹൈറ്റ് അനുസരിച്ച് കുട്ടികളുടെ ഹൈറ്റ് അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ സെൻറ്റർ ഭാഗത്ത് നിന്നും ഒരു 1.5 ഇഞ്ച് 2 സൈഡിലേക്കും ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ കഴുത്ത് സ്റ്റിച്ച് ചെയ്യണം. കഴുത്ത് ഒന്നുകിൽ ഇതുപോലെ 2 ഡബിൾ ഫോൾഡ് കൊടുത്ത് മടക്കി തയ്ക്കുക. അപ്പോൾ ഡബിൾ ഫോൾഡ് കൊടുത്ത് മടക്കി തയ്ക്കുന്നതിലും നല്ലത് നമ്മൾ പടി വെച്ചിട്ട് ക്രോസ് പീസ് വെച്ച് പടി വെച്ചിട്ട് അകത്തേക്ക് തയ്ക്കുന്നതായിരിക്കും. അതിനുശേഷം കൈ ഇതുപോലെ മടക്കി തയ്ക്കുക. കൈ ഞാൻ മടക്കി തന്നെയാണ് തയ്ക്കുന്നത്. ഇവിടെ അതുകൊണ്ടാണ് വീതി കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇവിടെ വരെയും മടക്കി തയ്ക്കുന്നു. അതിനുശേഷം നമ്മുടെ ഷേപ്പ് അനുസരിച്ച് ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ തയ്ച്ചു പോവാം. അഥവാ വണ്ണം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറച്ചും കൂടി കട്ട് ചെയ്ത് കളയാം. ഇവിടെ വരെയും കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതുപോലെ തന്നെ മറു സൈഡും ചെയ്യുക. കൈയുടെ ഭാഗം ഇവിടുത്തെ കഴുത്ത് ഞാൻ ക്രോസ് പീസ് വെച്ചിട്ട് ഒരു ചെറിയ പൈപ്പിംഗ് പോലെ കൊടുത്തിട്ട് തയ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൈയുടെ 2 ഭാഗവും വെറുതെ മടക്കി തയ്ച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സ്ലീവ് ഇല്ല അതുകൊണ്ട്. പിന്നെ അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്തിരുന്നല്ലോ വണ്ണം അനുസരിച്ച്. അപ്പോൾ അവിടെയും കൂട്ടി തയ്ച്ചിട്ടുണ്ട്. ഈ താഴെ വരെയും ഇങ്ങനെ ഇത്രയും ഭാഗത്ത് കൂട്ടി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ചെസ്റ്റിൻ്റെ അളവ് അനുസരിച്ചിട്ടാണ് ഇവിടെ ഇവിടെ കൈയുടെ അളവെടുത്തിട്ട് ഇവിടെ കൂട്ടി തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് കൂടുതലുള്ളവർക്ക് അതനുസരിച്ച് വേണം തയ്ക്കാൻ. ഇവിടെ ഞാൻ ഒരു 7 വയസ്സ് 8 വയസ്സുള്ള കുട്ടിയുടെ അളവാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷർട്ടിൻ്റെ ചെറിയ ഷർട്ടാണെങ്കിലും അതും ശ്രദ്ധിച്ചോണം. ചെറിയ ഷർട്ടാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള വണ്ണമേ കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഈ ഷോൾഡർ പോർഷനിൽ നിന്നും വേസ്റ്റിൻ്റെ ഭാഗം, ഏകദേശം വേസ്റ്റിൻ്റെ പോർഷൻ വരുന്നിടം വരെ, അതായത് ഞാനിവിടെ ഒരു 14 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. ഈ 14 ഇഞ്ച് വരുന്ന ഭാഗത്ത്, അതായത് ഷർട്ട് നിവർത്തിയിടുക. ഷർട്ട് ഞാൻ വിടർത്തിയിട്ടിട്ടുണ്ട്. ഇത് ഷർട്ടിൻ്റെ അകത്തെ പോർഷനാണ്. അപ്പോൾ ഈ അകത്തെ പോർഷനിൽ ഒരു 13 ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഇത് ഫുള്ളായിട്ട്, അതായത് ഇത് ബാക്ക് പീസാണ്. ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഈ പോക്കറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് വരും കേട്ടോ. ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുക്കുക. കാരണം ഈ മാർക്കിങ്ങിൽ കൂടി ഞാനൊരു ഇലാസ്റ്റിക് വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇവിടം വരെയും ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ടോ, ഇതുവഴി ഫുള്ളായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടം വരെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്കിങ്ങിൽ കൂടി നമുക്കിത് ഇതുപോലെ ഒരു ഇലാസ്റ്റിക് വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇലാസ്റ്റിക് ഇങ്ങനെ വെച്ചിട്ട് വലിച്ചു പിടിച്ച് തയ്ക്കുക കേട്ടോ. ഇങ്ങനെ വലിച്ചു പിടിച്ച് തയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വലിച്ചു പിടിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ചുരുങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇലാസ്റ്റിക് വെച്ച് തയ്ച്ചെടുക്കുക. എൻ്റെ ഉള്ളിൽ ഇതുപോലെ ഇലാസ്റ്റിക് വെച്ചിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇപ്പം നല്ല ചുരുങ്ങി കിടക്കും ഉടുപ്പ്. ഞാൻ ഇതുപോലെ പഴയ പോലെ തന്നെ ഇതിൻ്റെ ബട്ടണെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രസ്സ് ബോയ്സും ഗേൾസും ഒരുപോലെ യൂസ് ചെയ്യുന്ന ഒരു ഉടുപ്പാണ്, ജംപ്സ്യൂട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഗേൾസിനാണെങ്കിൽ ഈ താഴത്തെ ഭാഗം നമ്മളിവിടെ വി പോലെ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നുവല്ലോ. അപ്പോൾ ഇവിടം തൊട്ട്
ഈ വി പോലെ കട്ട് ചെയ്ത ഈ പോർഷനിൽ ആദ്യത്തെ ഫ്ലാപ്പ് മാത്രം, അതായത് ബട്ടണുള്ള ഈ ആദ്യത്തെ പോർഷൻ മാത്രം ഈ താഴെ തൊട്ട് ഈ ഇലാസ്റ്റിക് വെച്ചതിൻ്റെ അവിടം വരെ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബോയ്സിനാണെങ്കിൽ എനിക്കൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് ഇങ്ങനെ കിടക്കുന്നതായിരിക്കും കൂടുതൽ കംഫർട്ടെന്ന് തോന്നുന്നു. ഈ ബട്ടൺ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അതായിരിക്കും കൂടുതൽ കംഫർട്ടെന്ന് തോന്നുന്നു. ഇതിന് ശേഷം താഴെ നമ്മൾ വി പോലെ കട്ട് ചെയ്തിരുന്നല്ലോ, അപ്പോൾ ഇത് തുണി മറിച്ചിട്ടിരിക്കുകയാണ്, അകത്തെ സൈഡാണ്. ഈ അകത്തെ സൈഡിൽ കൂടി ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഇങ്ങനെ വി പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇവിടെ വരുമ്പോൾ ഒന്ന് ചെറുതായിട്ട് കർവ് ചെയ്ത് ഇങ്ങനെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുക. ഒരു 2-3 സ്റ്റിച്ച് കൊടുക്കണം. ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗേൾസിനും ബോയ്സിനും ഈ സമ്മർ സീസണിൽ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഒരു ജംപ് സ്യൂട്ടാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.